കാറ്റത്തെ കിളിക്കൂടിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നേരം വെളുത്ത് കഴിഞ്ഞ് നിധി എണീച്ച് വരുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങുവാണ്. അപ്പോഴത്തേക്ക് സുഭാഷ് ആണെങ്കിൽ നിധിക്ക് ചായ കൊണ്ടുവരികയാണ്. അപ്പം സുഭാഷിനോട് ചോദിക്കുകയാണ്, ഇതുവരെ ഇവരാരും എണീച്ചില്ലയോ സുഭാഷ് ഏട്ടാ എന്ന് ചോദിക്കുകയാണ്. അത് അവർ എന്നത്തെയും പോലെ തന്നെ താമസിച്ചിടയ്ക്കാണ്. ഒരു ദിവസം നേരത്തെ എണീച്ചെന്നും പറഞ്ഞ് ആ ശീലം അവർ മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ലല്ലോ, അവർ പഴയതുപോലെ തന്നെ എന്ന് പറയാണ്. അപ്പം നിധിയാണെങ്കിൽ പറയാണ്, അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, സ്ഥിരമായിട്ട് അങ്ങ് എണീക്കുമ്പോൾ പിന്നെ അത് ശീലമായിക്കോളും എന്ന് പറയാണ്. ഞാൻ ഇപ്പോൾ ഉണർത്തി തരാം എന്നും പറഞ്ഞിട്ട് നിധി അകത്തേ പോയി ഒരു പാത്രവും ഗ്ലാസ്സും എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് വന്നിട്ട് അവിടെ നിന്ന് കൊട്ടുവാണ്. ബഹളം കേട്ട് ചാടി എണീക്കുകയാണ് 3 പേരും. അന്നേരം സുധീഷ് ചോദിക്കുകയാണ്, ഇത് ഉറങ്ങാനും പറ്റത്തില്ലേ എന്ന് പറയാണ്. അതെന്താ, നിങ്ങൾക്ക് മാത്രം ഉറങ്ങിയാൽ മതിയോ, സുഭാഷ് ഏട്ടന് ഉറങ്ങണ്ടേ, സുഭാഷ് ഏട്ടൻ എന്തോ ഒറ്റയ്ക്ക് ഇന്ന് എല്ലാ ജോലിയും ചെയ്യുന്നില്ലേ എന്ന് നിധി ചോദിക്കുകയാണ്. സുധീഷ് ചോദിക്കുകയാണ്, എന്ന് എണീക്കണോ എന്ന് ചോദിച്ചിട്ട് വീണ്ടും കിടക്കാൻ ഒരുങ്ങാണ്. അപ്പം രൂപേഷിനെ നോക്കി കാണിക്കുകയാണ് നിധി അവനെ ഉണർത്താൻ വേണ്ടി. സുധീഷിനെ ഉണർത്താൻ വേണ്ടി നിധിയാണെങ്കിൽ രൂപേഷിനോട് പറയാണ്. പിന്നെ രൂപേഷാണെങ്കിൽ സുധീഷിനെ ഉണർത്തുന്നുണ്ട്. ഇവിടെ എന്തുവാടാ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് രൂപേഷിൻ്റെ നേരെ ചെല്ലുന്നുണ്ട്. ഇനി ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ഹരീഷ് ആണെങ്കിൽ പായം എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ്. കൂടെ രൂപേഷും എണീക്കുന്നുണ്ട്. അപ്പോൾ സുധീഷാണെങ്കിൽ പാ പോലും എടുക്കാതെ അങ്ങ് പോവുകയാണ്. അപ്പം നിധി ചോദിക്കുകയാണ്, എന്താ ഇതെടുക്കാൻ വേറെ ആരെങ്കിലും വരുമോ, ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് അവനെടുത്തോളൂ, എന്താ സുധീഷിന് എടുക്കാൻ പറ്റത്തില്ലേ എന്ന് ചോദിക്കുകയാണ് നിധി. അങ്ങനെ സുധീഷ് വന്ന് വീണ്ടും പായ എടുത്തുകൊണ്ട് പോവുകയാണ്. എല്ലാവരും പോയി കഴിയുമ്പോൾ സുഭാഷ് പറയുന്നത്, അടിപൊളിയായി മോളെ എന്നും പറഞ്ഞുകൊണ്ട് ചായ കൊടുക്കുകയാണ്. അപ്പം പുറത്താണെങ്കിൽ ഭാസ്കരൻ പാട്ടും പാടി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങോട്ടേക്ക് നിധി ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നിട്ട് ചൂലെടുത്ത് തൂക്കുവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രൂപേഷ് അവിടെ പല്ല് തേക്കുകയാണ്. ഭാസ്കരൻ ചോദിക്കുകയാണ്, ഇവിടെ തൂത്ത് കഴിഞ്ഞ് പുരപ്പുറം തൂക്കുമോ? അപ്പോൾ ഇങ്ങനെ നിധി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുത്തനച്ചി പുരപ്പുറം തൂക്കുന്ന കേട്ടിട്ടില്ലേ, അതേപോലെ ഇനി പുരപ്പുറം തൂക്കുമോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് നിധിയാണെങ്കിൽ അത് വലിയ മൈൻഡ് ചെയ്യാതെ വീണ്ടും തൂക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയിൽ വരുമ്പോഴത്തേക്ക് സുഭാഷ് ആണെങ്കിൽ അവിടെ എല്ലാവർക്കും വേണ്ടി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയും ചായ ഇടക്കവും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പം നിധി വന്നിട്ട് ചോദിക്കുകയാണ്, സുഭാഷ് ഏട്ടന് രാവിലെ എണീച്ച് ഇതൊക്കെ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയാണ്, ഞാനിത് കുഞ്ഞുനാൾ തൊട്ടേ ഇതൊക്കെ ചെയ്യാറുണ്ടല്ലോ, അവന്മാരെ ബുദ്ധിമുട്ടിക്കാറില്ല, അവന്മാർ അനിയന്മാരല്ലേ, അവന്മാർ കിടന്നുറങ്ങിക്കോട്ടെ, അവന്മാരെ കൊണ്ടൊന്നും ജോലി ചെയ്യിപ്പിക്കത്തില്ല ഞാൻ എന്ന് പറയാണ്. അപ്പം നിധി പറയാണ്, അതുകൊണ്ടാണ് ഇവരെല്ലാം ഇങ്ങനെ ആയിപ്പോയത്, മടിയന്മാരായിപ്പോയത്, ഇവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യിപ്പിക്കണം സുഭാഷ് ഏട്ടാ, എല്ലാം തന്നെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാലേ പിന്നെ അവരൊന്നും ചെയ്യത്തില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് നിധിയാണെങ്കിൽ രാവിലെ ഓരോരുത്തർക്കും ഓരോ ജോലി ചെയ്തിട്ടുണ്ട്, എല്ലാവരും ആ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിധി സുഭാഷ് ഏട്ടൻ പറയാണ്, ഞാനേ ചായ ഒഴിച്ച് എല്ലാവർക്കും കൊണ്ടു കൊടുക്കുക സുഭാഷ് ഏട്ടാ എന്ന് പറയാണ്. മോള് കൊണ്ടു കൊടുത്തോ, മോളെടുത്ത് ആരാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്, മോള് കൊണ്ടു കൊടുത്തോളം പറയാണ്. അങ്ങനെയാണെങ്കിൽ നിധിയാണെങ്കിൽ ചായ ഒഴിച്ച് എല്ലാവർക്കും കൊണ്ടുപോകാനായിട്ട് ഗ്ലാസ്സിലെല്ലാം ഒഴിക്കുകയാണ്. ഈ സമയത്ത് എല്ലാവരും പുറത്ത് ജോലി ചെയ്യാണ്. നിധി പറഞ്ഞില്ലേ, ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നിധിയാണെങ്കിൽ ചായയായിട്ട് എല്ലാവർക്കും ചായയും കൊണ്ട് പുറത്തേക്ക് വരികയാണ്. നിധി ചായയായിട്ട് വരുന്ന കാണുമ്പോൾ സുധീഷിന് ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. എല്ലാവർക്കും അതുപോലെ സന്തോഷം വരുന്നുണ്ട്. കാരണം ആ വീട്ടിൽ ആദ്യമായിട്ടാണല്ലോ ഒരു പെണ്ണ് ചായ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നത്. എന്നും സുഭാഷ് ഏട്ടനാണല്ലോ ചായ എല്ലാവർക്കും കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. ഭാസ്കർ ഈ സമയത്തും പാട്ടും പാടി അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ നിധി കൊണ്ടുവന്ന് ചായ എല്ലാവർക്കും കൊടുത്ത് സുധീഷിനും കൊടുത്ത്. സുധീഷ് ചായ കുടിച്ചിട്ട് പറയാണ്, അടിപൊളി ചായ, സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കുന്നതിനൊക്കെ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നിധി എന്ന് പറയുകയാണ്. കേൾക്കുമ്പോഴത്തേക്ക് നിധിക്ക് ഭയങ്കര ചിരി വരുന്നുണ്ട്. നിധി പറയാണ്, അതിന് ഞാനല്ലല്ലോ ചായ ഉണ്ടാക്കിയത്, അത് സുഭാഷ് ഏട്ടൻ തന്നെയാണ് ഉണ്ടാക്കിയത്, ഞാൻ ചായ എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് സുധീഷ് അങ്ങ് വല്ലാതായി പോകുന്നുണ്ട്, ചമ്മി പോകുന്നുണ്ട്. അപ്പോൾ ഹരീഷിനത് കേട്ടപ്പോഴത്തേക്ക് ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട്. ഭാസ്കരനും ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഇത് എല്ലായിടത്തും പറയാണ്, ഇനി നാളെ മുതൽ രാവിലെ സുഭാഷ് ഏട്ടനെ മാത്രം അടുക്കളയിൽ കയറ്റി ജോലി ചെയ്യിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട, രാവിലെ തന്നെ എല്ലാവരും എണീച്ചോണം. എണീച്ച് 7 മണി കഴിഞ്ഞ് ഇവിടെ ആരും കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല, രാവിലെ തന്നെ എല്ലാവരും എണീച്ച് അവരോരോ ജോലി ചെയ്തോണം, അല്ലാതെ സുഭാഷ് ഏട്ടൻ മാത്രം എല്ലാ ജോലിയും ചെയ്തിട്ട് പോകുമെന്ന് വിചാരിച്ച് ആരും ഇരിക്കേണ്ട, കേട്ടല്ലോ എന്ന് പറയാണ്. സുധീഷ് ചോദിക്കുകയാണ്, അത് വേണോ, കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് ഉറക്കം എണീച്ചാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. അതെന്താ സുധീഷിന് മാത്രമേ ഉള്ളല്ലോ ഈ കുഴപ്പമൊക്കെ, ഹരീഷും രൂപേഷും ഒന്നും പറയുന്നില്ലല്ലോ, സുധീഷിന് എന്താ രാവിലെ എണീക്കാൻ വയ്യായോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എണീച്ചോളാം എന്ന് സുധീഷ് പറയുകയാണ്. രൂപേഷ് പറയാണ്, എല്ലാവരും കേൾക്കും, ഏട്ടത്തിയുടെ ആദ്യത്തെ തീരുമാനമല്ലേ, അതുകൊണ്ട് തന്നെ ഏട്ടത്തിയുടെ പുതിയ തീരുമാനം ഞങ്ങളെല്ലാം അംഗീകരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ചായയൊക്കെ കുടിക്കുകയാണ്. പിന്നെ സുധീഷ് നേരെ പോയി കാണാൻ പോകുന്നത് ഒരു കൂട്ടുകാരനെ കാണാൻ പോവുകയാണ്. എന്നിട്ടാണെങ്കിൽ നിധിക്കൊരു ജോലി ഒപ്പിച്ച് കൊടുക്കാൻ പറ്റുമെന്ന് അന്വേഷിക്കുകയാണ്.
കൂട്ടുകാരൻ പറയാണ്, നീ പറയുന്ന പോലെ അങ്ങനെ പെട്ടെന്നൊന്നും ഒരാൾക്ക് ജോലി ഒപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യണം, പിന്നെ ഇൻ്റർവ്യൂ നടത്തണം, അങ്ങനെയൊക്കെ ജോലി കൊടുക്കാൻ പറ്റൂ. പിന്നെ വേക്കൻസി ഉണ്ടോ എന്ന് തന്നെ ആദ്യം അറിയണം, അല്ലാതെ വെറുതെ അങ്ങ് പറയുന്ന പോലെ ജോലി കൊടുക്കാൻ പറ്റത്തില്ല എന്ന് കൂട്ടുകാരൻ പറയാണ്. അപ്പോൾ സുധീഷ് മഹാ ഉടായിപ്പാണല്ലോ. സുധീഷ് പറയാണ്, നീ ജോലി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, ഒന്നുമില്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തുക, അപ്പോൾ അവൾക്കൊരു സമാധാനം ആവട്ടെ, ഞാൻ ഇതിനു വേണ്ടി എൻ്റെ പുറകെ നടക്കുന്ന അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ അവൾക്കും ഒരു തോന്നലുണ്ടാവട്ടെ. ഒന്നുമില്ലെങ്കിൽ എൻ്റെ കൂടെ ഇറങ്ങി വന്നവളല്ലേ, അപ്പം അവൾക്ക് അങ്ങനെയെങ്കിലും ഒരു സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറയുകയാണ്. കൂട്ടുകാരൻ ചോദിക്കുകയാണ്, നീ എന്തുവാടാ ഈ പറയുന്നത്? ഞാൻ ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞാൽ ആ കൊച്ച് ഈ ജോലി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ ഇരിക്കത്തില്ലേ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അതൊന്നും കുഴപ്പമില്ല, നീ ഒരു ഇൻ്റർവ്യൂ എങ്കിലും നടത്താൻ നിധിയെ വിളിക്ക്, അപ്പം അങ്ങനെയെങ്കിലും അവൾക്കൊരു സമാധാനം ആവുമല്ലോ എന്ന് പറയുകയാണ്. ചെന്ന് പറയട്ടെ, എൻ്റെ കൂട്ടുകാരൻ്റെ കമ്പനിയിലേക്ക് ഇൻ്റർവ്യൂവിന് അവളെ വിളിച്ചിട്ടുണ്ടെന്ന് പറയട്ടെ എന്ന് സുധീഷ് ചോദിക്കുകയാണ്. അപ്പം കൂട്ടുകാരൻ പറയാണ്, ഞാൻ ആലോചിച്ചിട്ട് പറയാം, വെച്ചിട്ട് നിന്നെ വിളിക്കാം എന്ന് പറയാണ്. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.